أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ വിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 34-ാം അധ്യായം സൂറത്തു സബഇന്റെ 40-41 വചനങ്ങളെയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പരലോക നാളിലെ ഏതാനും ചില സംഭവങ്ങളിലേക്കാണ് അള്ളാഹ് ഏതാനും ചില വചനങ്ങളെ കൊണ്ട് വായനക്കാരൻ്റെ ശ്രദ്ധ തിരിക്കുന്നത്. അതിലൊന്ന് മലക്കുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അള്ളാഹുവിനെ കൂടാതെ ആരാധന നടത്തിയ ബഹുദൈവ വിശ്വാസികൾ അവർ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആരെയാണോ അവർ ആരാധിച്ചിരുന്നത് അവരോട് ആരാധിച്ച ആളുകളെ സാക്ഷിയാക്കി അള്ളാഹു ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന രംഗമുണ്ടായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അത് ആരെ ആരാധ്യന്മാരാക്കിയോ അവരെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ശിക്ഷിക്കാനും ഒന്നുമല്ല, മറിച്ച് അവര് പോലും അറിയാതെയാണ്, അവർ ആവശ്യപ്പെടാത്ത കാര്യമാണ് കാലം ഇത്രയും ഈ ആരാധനയുടെ പേരിൽ ഇത്തരം ദുർബല ബഹുദൈവ വിശ്വാസികൾ ചെയ്തു പോകുന്നത് എന്ന് ആരാധ്യന്മാരെ കൊണ്ട് പറയിച്ചവർ കേട്ടത് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം അള്ളാഹു ഇപ്രകാരം ഒരു വിചാരണ ശൈലി സ്വീകരിക്കുമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്താണ്. അതിലെ ഒന്നാണ് ഇവിടെ ഈ മലക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന്റെ ആ ഒരു ഭാഗം വിശദീകരിക്കുന്നത്. 5-ാം അധ്യായം സൂറത്തു മാഇദ അതിന്റെ 116-ാമത്തെ വചനത്തിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും മാതാവ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയോടും അള്ളാഹു ഒരുമിച്ച് നിർത്തിയിട്ട് ചോദിക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങളെ വിളിച്ച് തേടണമെന്ന്, നിങ്ങൾക്ക് ആരാധന നടത്തണമെന്ന് ഈ ആളുകളോട് പറഞ്ഞത് എന്നവരോട് ചോദിക്കുന്ന രംഗം കാണാമെന്നുള്ളതാണ്. അപ്പൊ ആ നിലക്ക് അവർ വിശ്വസിച്ചു പോകുന്നവരുടെ സാന്നിധ്യത്തിൽ അപ്രകാരം അള്ളാഹു ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ എന്ത് പറഞ്ഞെന്ന് അള്ളാഹുവേ ഞങ്ങളെക്കാൾ ഏറെ നിനക്കറിയുമല്ലോ എന്നുള്ള ഒരു മറുപടി നൽകിയിട്ട് അവരുടെ ഭാഗം അവർ ക്ലിയർ ചെയ്യുന്ന സത്യനിഷേധികൾ, ഈ ബഹുദൈവ ആരാധകർ നടത്തിയിട്ടുള്ള പച്ചയായ ഷിർക്കിനെ അവർ നിഷേധിക്കുന്ന രംഗം നമുക്ക് കാണാമെന്നാണ് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ മലക്കുകളെ പെൺമക്കളാക്കിക്കൊണ്ട് അവരുടെ പേരിൽ പല ബിംബങ്ങളെയും നിർമ്മിച്ചുണ്ടാക്കി ഈ നിലക്ക് ബഹുദൈവാരാധന നടത്തിയ പാമരന്മാരോട് അള്ളാഹു അവരുടെ ഷിർക്കിനെ ബോധ്യപ്പെടുത്താൻ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് 40-ാമത്തെ വചനത്തെ അള്ളാഹു പഠിപ്പിക്കുന്നത്. വയോമ യഹ്ശുറുഹും ജമിഅ, അന്ന് മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ സുമ്മ യഖൂലുൽ മലായിക, അള്ളാഹു മലക്കുകളോടായിട്ട് പറയുന്നു, അഹഉലാഇ ഇയ്യാക്കും കാനു യഅ്ബുദൂൻ, ഇക്കൂട്ടർ നിങ്ങളെയായിരുന്നോ ആരാധിച്ചിരുന്നത്? പ്രസ്തുത ചോദ്യത്തിന് ബഹുദൈവാരാധകരെ വിഷമത്തിലാക്കിക്കൊണ്ട് മലക്കുകൾ പ്രതികരിക്കുമെന്ന് തൊട്ടടുത്ത വചനം അള്ളാഹു വ്യക്തമാക്കുന്നു. എന്താണ് 41-ാമത്തെ വചനം? അവർ പറയുന്നു, ഖാലൂ സുബ്ഹാനക, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധൻ. അങ്ങനെയാണ് ആ വചനം തുടങ്ങുന്നത് തന്നെ. നീ എത്ര പരിശുദ്ധൻ. അള്ളാഹുവിനെ അങ്ങേയറ്റം വാഴ്ത്തിക്കൊണ്ട് അവർ മലക്കുകൾ അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണെന്ന് ഈ ഒരു ജൽപ്പനത്തിലൂടെ, ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ അവർ ആ മക്ഷറയിൽ വെച്ചിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. നീ തന്നെയാണ് അല്ലാഹ്, എല്ലാ തസ്ബീഹിനും തഹ്മീദിനും തഹ്ലീലിനും ഉടമ, നീയാണ് ആരാധ്യൻ, നീ മാത്രമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഇഷാറത്ത് നൽകുന്ന രൂപത്തിലാണ് സുബ്ഹാനക എന്ന പരാമർശമുള്ളത് എന്നാണ്. മറ്റൊന്ന്, വളരെ ഗൗരവമേറിയ ഒരു ആരോപണം കേൾക്കുമ്പോൾ സുബ്ഹാനക എന്ന് പ്രതികരിക്കുന്നത്, പറയുന്നത് ആ ആരോപണത്തെ തീർത്തും നിഷേധിക്കുന്ന രീതിയാണ്, അതിന്റെ ഗൗരവത്തെയും. എന്നാൽ അതോടൊപ്പം അതൊരു കേവലം ആരോപണം മാത്രമാണ്, ആ നിലക്ക് അവർ നിഷേധിക്കുക കൂടെയാണ്. അങ്ങനെ ഒന്ന് സംഭവിക്കാൻ തന്നെ പാടില്ലല്ലോ എന്ന അർത്ഥത്തിൽ അവരെന്ത് ചെയ്യും? സുബ്ഹാനക എന്ന് പറയും. ആ നിലക്ക് മലക്കുകൾ പറഞ്ഞതാവാന്ന്, ഈ നിലക്കൊക്കെയാണ് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും അങ്ങനെ ഒരു സംഗതി
അള്ളാഹുവിൻ്റെ മലക്കുകളെ ആരാധിക്കാൻ പറയുന്ന, മലക്കുകളുടെ അനുവാദത്തോടു കൂടി നടന്ന, അവരെ പ്രേരിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവുന്നതല്ല, ഉണ്ടായിട്ടില്ല, അത് ഉണ്ടാവാവുന്നതല്ല എന്നുകൂടെ വ്യക്തമാക്കുകയാണ്. അൻത വലിയുന മിൻ ദൂനിഹി, നീയാണ് അവരെ കൂടാതെ ഞങ്ങളുടെ രക്ഷിതാവ് എന്നുകൂടെ അവർ പറയുന്നു എന്നാണ്. ഞങ്ങൾ തന്നെ നിന്റെ അധീനതയിലാണ്, നിന്റെ രക്ഷയും കടാക്ഷവും ആഗ്രഹിച്ചാണ് ഞങ്ങൾ തന്നെ കഴിഞ്ഞുകൂടുന്നത്. സ്വന്തമായി ഒന്നും ആർക്കും ചെയ്തു കൊടുക്കാൻ, ഉടമപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങളുടെ കൂടെ രക്ഷിതാവ് നീയായിരിക്കെ എങ്ങനെയാണ് അവരോട് ഞങ്ങളെ രക്ഷിതാവായി കാണാൻ, ആരാധന നടത്താൻ ഞങ്ങൾക്കാവുന്നത്? ഒരിക്കലുള്ള റബ്ബെ, ഞങ്ങൾ അപ്രകാരം പറഞ്ഞിട്ടേ ഇല്ല എന്ന് അവര് ഒന്നുകൂടെ ആണയിട്ടുറപ്പിക്കുന്ന രീതിയിലാണ് അടുത്ത ഭാഗമുള്ളത്. അൻത വലിയുന മിൻ ദൂനിഹി, നീയാണ് ഞങ്ങൾക്ക് തന്നെ രക്ഷ, നിന്നെ കൂടാതെ മറ്റൊരു രക്ഷയേ ഇല്ല, അങ്ങനെയുള്ള മറ്റൊരാളും അതിന് യോഗ്യരേ അല്ല എന്നുകൂടെ മലക്കുകൾ അവിടെ പറയുന്നു. ഇനി അവർ കൂട്ടിച്ചേർക്കുന്ന ഒരു സംഗതി കൂടെ ഉണ്ട്. ബൽക്കാനു യഅ്ബദൂനൽ ജിന്ന്, എന്നാൽ അവർ ജിന്ന് വർഗത്തെയാണ് ആരാധിച്ചിരുന്നത് എന്നാണ്. അള്ളാഹുവിന്റെ ചോദ്യത്തിൽ വന്ന ഒരു അബദ്ധത്തെ തിരുത്തുകയല്ല, മറിച്ച് അവർ അള്ളാഹുവിനെ കൂടാതെ ഞങ്ങൾ മലക്കുകളെ അടക്കം ആരാധിച്ചതിന്റെ കാരണം കൂടെ ബോധ്യപ്പെടുത്തുന്ന ഒരു മറുപടിയാണ്. എന്തുകൊണ്ട് അവരിൽ അങ്ങനെ സംഭവിച്ചു എന്നതിന്റെ കാരണമാണ്. അള്ളാഹുവിന്റെ ചോദ്യത്തിൽ വന്ന ഒരു പിഴവിനെ അവർ ചൂണ്ടിക്കാണിച്ച് തിരുത്തുന്ന രംഗമൊന്നല്ല, അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല. അതായത് പിശാചുക്കളെ അനുസരിച്ചത് കൊണ്ടാണ് അവർ ഇപ്രകാരം ഈ അള്ളാഹുവിൽ പങ്കുകാരെ ചേർത്തിട്ടുള്ളത് എന്നാണ്. മനുഷ്യനെ ബഹുദൈവ ആരാധനയടക്കം സകല തിന്മകൾക്കും പ്രേരിപ്പിക്കുന്നത്, ദുർബോധനം പിന്നിൽ നിന്ന് നൽകുന്നത്, മനസ്സിൽ വസ്വാസിട്ട് കൊടുക്കുന്നത് ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളാണല്ലോ. ആ പിശാചുക്കൾ കാരണമാണ്, അവരോടുള്ള അനുസരണമാണ് ഇവരുടെ ഇന്നത്തെ ഈ പരിതാപകരമായ വിഷമകരമായ അവസ്ഥ എന്നുകൂടെ മലക്കുകൾ അവിടെ അവരുടെ ഒരു ഉത്തരത്തെ ക്ലിയർ ആക്കിക്കൊണ്ട് സംസാരിക്കുന്നു. ഈ അബൂദൂന എന്നതിന് ആരാധിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. പ്രത്യക്ഷത്തില് പിശാചിനാരും ആരാധന നടത്താൻ ഇഷ്ടപ്പെടുന്നു. ബഹുദൈവ വിശ്വാസികൾ പോലും അറിഞ്ഞുകൊണ്ട് പിശാചിനെ, മോശമൊരു ശക്തിയെ ഒരിക്കലും ആരാധന നടത്താൻ അവർ പോലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എല്ലാവരും അള്ളാഹുവിനെ കൂടാതുള്ള ഒരു ആരാധനയിലേക്ക് പോയുള്ള കാരണം അത് ആ പിശാചുക്കളെ അനുസരിച്ചത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ആശയത്തെയാണ് അവർ അനുസരിച്ചതിനാൽ എന്ന നിലക്കാണ് ഇവിടെ യഅ്ബദൂന എന്ന് പ്രയോഗിക്കുന്നത് എന്നാണ്. മാത്രമല്ല ഇവിടെ ജിന്ന് എന്ന് മൊത്തം ആ വർഗത്തിന്റെ പേര് പറഞ്ഞത് മൊത്തം വർഗത്തെ ഉദ്ദേശിച്ചല്ല, മറിച്ച് ജിന്ന് വർഗത്തിൽ പെട്ടവരായ പിശാചുക്കളാണല്ലോ ഈ നിലക്ക് മനുഷ്യരെ ഇത്തരത്തിലുള്ള തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്നത്, ദുർബോധനം നൽകുന്നത്. അപ്പൊ അവരെ ഉദ്ദേശിച്ചിട്ടാണ്, അതായത് ജിന്ന് വർഗത്തിലെ മോശക്കാരായ പിശാചുക്കൾ ഉദ്ദേശിച്ചുകൊണ്ട് ആ വർഗത്തിന്റെ പേരിൽ ജിന്ന് എന്നിവിടെ പ്രയോഗിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നതാണ്. അപ്പോൾ പിശാചിനെ ആരാധിച്ചതാണ്, അല്ലെങ്കിൽ പിശാചിനെ അനുസരിച്ചതാണ് ഇത്തരം ഒരു വഴിവിട്ട ആരാധനക്ക് അവരെ പ്രേരിപ്പിച്ചത് എന്ന് അവർ പറയും എന്നാണ്. ഈ സൂറത്തിൽ തന്നെ ഇതിന്റെ 20-ാമത്തെ വചനത്തിൽ വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസ് അവരുടെ മേല് അവന്റെ വാഗ്ദാനത്തെ സത്യപ്പെടുത്തി. എന്നിട്ടോ ഫത്തബഊഹു, അവരിൽ അധികം ആളുകളും അവനെ പിൻപറ്റി. ആ നിലക്കുള്ള ഒരു പിൻപറ്റലാണ് ഇവിടുത്തെ അബൂദൂനയുടെ ഒരു ആശയം എന്നാണ്. മാത്രമല്ല 4-ാം അധ്യായം സൂറത്തു നിസാ അതിന്റെ 117-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അള്ളാനെ കൂടാതെ അവർ വിളിച്ചു തേടിയിട്ടില്ല ഇല്ല ഇനാസ, ചില പെൺ ദൈവങ്ങളെ മാത്രമാണ്. എന്നിട്ട് പറയാ ഇല്ല ശൈത്വാനം മരീദ, അവർ ധിക്കാരികളായ പിശാചിനെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചതെന്ന്. പിശാചിനെ ഒരാളും ഡയറക്റ്റ് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ അല്ല, വളരെ ചുരുങ്ങിയ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം. ലോകത്തെ ഏത് ബഹുദൈവാരാധകനാണെങ്കിലും പിശാചിനെ മാറ്റിവെച്ചിട്ടുള്ള മറ്റു ശക്തികളെയാണ് അവർ വിളിക്കാറുള്ളത്. എന്നാൽ ഖുർആൻ അവിടെ സമർത്ഥിക്കുന്നത് അവർ പിശാചിനെയാണ് വിളിച്ചു തേടിയതെന്നാണ്. യഥാർത്ഥത്തിൽ പിശാചിനെ വിളിച്ചു തേടി എന്നതിനപ്പുറം അവർ ആ പിശാചിന്റെ ദുർബോധനത്തിന് അവർ വഴിപെട്ടു എന്ന നിലക്ക് പിശാചിന്റെ കൂട്ടാളികളായി അനുസരണമുള്ളവരായി മാറിയപ്പോഴാണ് ഇത്തരത്തിലുള്ള മഹാതിന്മകൾ, പാപങ്ങൾ അവർക്ക് സംഭവിച്ചത് എന്ന ആശയത്താണ് അവിടെ ദ്യോതിപ്പിക്കുന്നത് എന്നാണ്. ആ നിലക്കുള്ള ഒരു പ്രയോഗം തന്നെയാണ് സൂറത്ത് സബയുടെ 41-ാമത്തെ വചനത്തിലും കാണാൻ സാധിക്കുന്നത്. അക്സർഹും ബിഹിം മുഅ്മിനൂൻ. ഇനി 41-ാമത്തെ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഈ നിലക്കാണ്, അധികം ആളുകളും അവരിൽ ആ പിശാചുക്കളിൽ വിശ്വസിക്കുന്നവരാകുന്നു. അങ്ങനെ പറഞ്ഞ അധികമുള്ളവരുടെയും വിശ്വാസത്തെ വികലമാക്കിയതും ആരാധനകളെ ഇതര ശക്തികളിലേക്ക്, ദൈവ സങ്കല്പങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടതും ഈ പിശാച് തന്നെയാണ് എന്ന് അവർ പറഞ്ഞ ആ ഒരു ഉത്തരത്തിലുണ്ട് എന്നാണ്. മാത്രമല്ല തെളിഞ്ഞ നിഷ്കളങ്കമായ ഏകദൈവ വിശ്വാസത്തിന്റെ കാര്യത്തിൽ
മനുഷ്യർ ഒരു ന്യൂനപക്ഷം മാത്രമേ യഥാവിധി തൗഹീദ് മനസ്സിലാക്കുകയും മനസ്സിലുറപ്പിക്കുകയും ചെയ്തിട്ടുള്ളൂ എന്നതാണ്. ന്യൂനപക്ഷത്തിന് മാത്രമേ യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തെ തിരിച്ചറിയാനും അത് മനസ്സിൽ ഉറപ്പിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനും സാധിച്ചിട്ടുള്ളൂ എന്നാണ്. ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആളുകളെ അവരുടെ വിശ്വാസം വികലമായി പോയിട്ടുണ്ട് എന്നുള്ളത് ഈ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് ശ്രദ്ധേയമാണ്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 106-ാമത്തെ വചനം, വമാ യുക്മിനു അക്സറഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ആളുകളിൽ അധികവും മുശ്രിക്കീങ്ങളായിട്ടല്ലാതെ ഷിർക്ക് വന്നവരായിട്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നില്ല എന്ന വചനം കൂടെ ഇവിടെ നമ്മൾ എടുത്തു വായിക്കുമ്പോൾ എന്താണ് 34-ാം അധ്യായത്തിൻ്റെ 41-ാം വചനത്തിൻ്റെ അവസാന ഭാഗം അള്ളാഹു പറഞ്ഞു വെക്കുന്നത് എന്ന് നിസ്സംശയം ഒരു വായനക്കാരന് മനസ്സിലാക്കാം എന്നതാണ്. അള്ളാഹു ആലം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.